കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. കുട്ടികൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നമ്മൾ പറയുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന മറ്റൊരു വിഭാഗമാണ് കുട്ടികൾ. അവർ നിരവധിയായ അതിക്രമങ്ങൾ പലപ്പോഴും നേരിടുന്നു. ബാലവേല, ബാലക്കടത്ത്, ശൈശവ വിവാഹം, കുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ബാലവേലയാണ്. അന്താരാഷ്ട്ര കൺവെൻഷനുകളും ബാലവേല ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും ചൂഷണാത്മകമായ തൊഴിൽ സാഹചര്യങ്ങൾക്ക് വിധേയരാകുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അപകടകരമായ ചുറ്റുപാടുകൾക്ക് വിധേയരാവുകയും പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ചക്രങ്ങളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. സാമ്പത്തിക നേട്ടങ്ങൾക്കായി കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ മാത്രമല്ല, സാമൂഹ്യ അസമത്വങ്ങൾ ശാശ്വതമാക്കുകയും സുസ്ഥിര വികസനത്തിനായുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് ബാലവേലയാണ്. കുട്ടികളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും ഭീഷണി ഉയർത്തുന്ന മറ്റൊരു അതിക്രമം എന്ന് പറയുന്നത് ബാലക്കടത്താണ്. നിർബന്ധിത തൊഴിൽ, ലൈംഗിക ചൂഷണം, അവയവങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി കുട്ടികളെ കടത്തുന്നുണ്ട്. സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകളും ദുരുപയോഗങ്ങളും അവർ സഹിക്കുന്ന കച്ചവട ശൃംഖലയിലേക്ക് അവർ പലപ്പോഴും എത്തിപ്പെടുകയോ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ കടത്തിൻ്റെ അന്തർദേശീയ സ്വഭാവം അതിനൊരു സങ്കീർണമായ വെല്ലുവിളിയാക്കുന്നുണ്ട്. അത് ഫലപ്രദമായി ചെറുക്കുന്നതിന് ഏകോപിത അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഈ പ്രശ്നത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിന് ഒരു ഏകീകൃതമായ അന്താരാഷ്ട്ര ശ്രമങ്ങൾ അടിയന്തിരമായി ആവശ്യമാണ്. അപ്പോൾ കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മനുഷ്യാവകാശ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബാലക്കടത്താണ്. മറ്റൊന്ന് ശൈശവ വിവാഹമാണ്. ശൈശവ വിവാഹം ഒരു പ്രധാന മനുഷ്യാവകാശ പ്രശ്നമായിട്ട് തുടരുന്നു. പ്രത്യേകിച്ച് പല വികസ്വര രാജ്യങ്ങളിലും ദശലക്ഷക്കണക്കിന് പെൺകുട്ടികൾ പ്രത്യേകിച്ചും പലപ്പോഴും 10 വയസ്സിനും 12 വയസ്സിനുമൊക്കെ ഇടയിൽ പ്രായമുള്ളവർ വിവാഹത്തിന് നിർബന്ധിതരാകുന്നു. ശൈശവ വിവാഹം കുട്ടികളുടെ ബാല്യത്തെ കവർന്നെടുക്കുക മാത്രമല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പരിമിതമായ അവസരങ്ങൾ അവർക്കുണ്ടാകുന്നു, അതുപോലെ മാനസിക പ്രശ്നങ്ങൾ അവരിലേക്ക് ഉണ്ടാക്കുന്നു. ഇതൊക്കെ അവർക്കുണ്ടാക്കാൻ കാരണം ശൈശവ വിവാഹം കൊണ്ടുണ്ടാകുന്നു. ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിന് സാംസ്കാരിക മാനദണ്ഡങ്ങൾ, നിയമചട്ടക്കൂടുകൾ, പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസം, സാമ്പത്തിക അവസരങ്ങൾ എന്നിവയെ അഭിസംബോധന ചെയ്ത് ഒരു സമഗ്രമായ നിയമങ്ങൾ എല്ലാ രാജ്യത്തും ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും ആവശ്യമാണ്. അപ്പോൾ കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ശൈശവ വിവാഹമാണ്. മറ്റൊന്ന് ശാരീരികവും ലൈംഗികവും വൈകാരികവുമായ ദുരുപയോഗം ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. വീടുകളിലോ സ്കൂളുകളിലോ കമ്മ്യൂണിറ്റികളിലോ സംഘർഷ മേഖലയിലോ ആകട്ടെ, കുട്ടികൾ അവരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇരയാകുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ, ശിശു സംരക്ഷണ സംവിധാനങ്ങൾ, നീതിയിലേക്കുള്ള പ്രവേശനം, ഇരകൾക്കും അതിജീവിച്ചവർക്കും സമഗ്രമായ പിന്തുണാ സേവനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകാൻ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും തയ്യാറാവണം. ഈ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിന് സർക്കാരുകൾ, സിവിൽ സമൂഹം, അന്താരാഷ്ട്ര സംഘടനകൾ, കമ്മ്യൂണിറ്റികൾ എന്നിവ ഉൾപ്പെടെ ഒരു ബഹുമുഖമായ സമീപനം എല്ലാ വിഭാഗത്തിനും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഒരു ബഹുമുഖമായ ഒരു നയവും ഒരു നിലപാടുമൊക്കെ ലോകത്ത് ആവശ്യമാണ്. കുട്ടികൾ മനുഷ്യാവകാശ ലംഘനം നേരിടുന്ന ഒരു വലിയ വിഭാഗമാണ്.